ബിഗ് ബോസ് സീസൺ 6 ഡേ 43 ലൈവിലേക്ക് പോകുമ്പോൾ ഒരു ഗെയിമിൽ നിന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് ബിഗ് ബോസ് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്, ലാലേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സാങ്കേതിക തടസ്സങ്ങളെ മറികടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കാം സിബിൻ ചില നിസ്സഹകരണ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലും പുള്ളി പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പോയി ചെയ്തു കൊടുക്കും. അതേപോലെ രാവിലത്തെ ആ ഒരു ഷാട്ടിയും പിടിക്കലിൽ നിന്നിട്ട് ചെറിയൊരു മാറ്റം വൈകിട്ടത്തേക്ക് വന്നപ്പോൾ ഉണ്ട്. കൺഫെഷൻ റൂമിലേക്ക് വീണ്ടും വിളിപ്പിച്ച സമയത്ത് സിബിൻ പറയുന്നത് രാവിലെ ഒരു സൈക്കോളജിസ്റ്റിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ സിബിൻ വേണ്ട എന്നാണ് പറഞ്ഞത്, പുറത്തു പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ വൈകിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ സിബിൻ പറഞ്ഞു അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് എൻ്റെ മനസ്സൊന്നും മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കാം. എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇതിൽ റെസ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഗെയിമിലേക്ക് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് സിബിൻ അതിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. സിബിൻ നിസ്സഹകരണ പരിപാടികൾ കാണിച്ചത് ഇന്ന് പ്രധാനമായിട്ടും മറ്റേ നോമിനേഷൻ്റെ സമയത്താണ്. സിബിൻ പുറത്ത് ഇരിക്കുകയായിരുന്നു. നോമിനേഷൻസിൽ ഫുൾ ടൈം അവിടെ ലിവിങ് ഏരിയയിൽ ഇരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹത്തിന് പേടിയാണ് എന്നുള്ളൊരു വേർഡാണ് രാവിലെ യൂസ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് ഏരിയയിൽ ഇരിക്കാൻ എനിക്ക് പേടിയാണ്, കണ്ടസ്റ്റൻസിനെ എനിക്ക് പേടിയാണ്, മൊത്തത്തിൽ ഇവിടെയുള്ള ഒരു ഗെയിം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഉള്ള കാര്യത്തിൽ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഏരിയയിൽ നിന്നിട്ട് മാറിയിരിക്കുകയാണ്. ശ്രീതു ആണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ ക്യാപ്റ്റൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. സിബിൻ്റെ പുറകെ നടക്കുകയാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടി. വൈകിട്ടത്തെ എപ്പിസോഡ് റിവ്യൂവിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്ത നോമിനേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോമിനേഷൻസ് വലിയ പ്ലാനിങ്ങിലായിരുന്നു. വലിയ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു നോമിനേഷനിൽ ഞാൻ കാണാത്ത തരത്തിലേക്കുള്ള ഗൂഢമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. ശ്രീരേഖ, ശരണ്യൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷൻ പ്രധാനമായും 4 പേരിൽ ഒതുങ്ങി നിൽക്കുന്ന ചർച്ചകളാണ് അവസാനത്തിലേക്ക് വന്നത്. റസ്മിൻ, ജിൻഡോ, നോറ, അഭിഷേക്. അപ്പോൾ റസ്മിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു സ്ട്രോങ് റീസൺ ജയിലിൽ ഫുഡ് കൊടുത്തു എന്നുള്ളതാണ്. നോറയെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആ ഫുഡ് കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. പിന്നെ നോറ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഏത് വേണമെങ്കിലും എടുത്താൽ മതി. പ്രധാനമായിട്ടും ക്യാപ്റ്റൻസിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഭിഷേക്, അപ്പോൾ അഭിഷേകിനെ നോമിനേറ്റ് ചെയ്യാം. അഭിഷേക് ജയദീപ്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ ചൂണ്ടിക്കാട്ടിയതാണ്. ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടസ്റ്റൻസ് ലിവിങ് ഏരിയയിലേക്ക് വരുന്നതിന് മുൻപ് അപായ സൈറൺ അടിക്കുകയുണ്ടായി. അപായ സൈറൺ 2 തവണ അടിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം സിബിൻ നിയമലംഘനം നടത്തുന്നത് കൊണ്ട് മൊത്തത്തിൽ ഒരു പ്രതിസന്ധി കണക്കിലെടുത്ത് അടിച്ചാണോ എന്നുള്ളത്. അങ്ങനെയല്ലായിരുന്നു. CID രാംദാസ് വരുന്നതാണ്. ആ ഒരു കയോസ്ക് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടതുണ്ടല്ലോ. അപ്പം CID രാംദാസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ലാലേട്ടൻ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നിങ്ങൾ നോമിനേഷന് വേണ്ടി വലിയ പ്ലാനിങ്ങിലാണല്ലേ? അപ്പോൾ ശ്രീരേഖയൊക്കെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം സിബിനെ വിളിക്കുകയാണ്. അപ്പോൾ സിബിൻ കട്ട കലിപ്പാണ്. അദ്ദേഹം കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും വന്ന് പറയണോ എന്നൊക്കെ ശ്രീധുവിനോട് ചോദിച്ചു. എന്നിട്ട് വന്ന് പറയുകയാണ്. വന്ന് പറയുന്നത് എനിക്ക് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പറ്റുന്നില്ല, അതനുസരിച്ചിട്ട് ഞാൻ ഇനി മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മാനസികമായി വളരെയധികം തളർന്നിരിക്കുകയാണ്. എനിക്ക് ഹൗസിൽ 1 മിനിറ്റ് പോലും നിൽക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കി തരണം. അതേപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, യാതൊരുവിധ പരിഗണനയും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഗെയിമിൽ അദ്ദേഹം പറയുന്ന ചില ന്യായങ്ങൾ പരിഗണിക്കാത്തതായിരിക്കാം. അതിനുശേഷം ആം ഡൺ എന്ന് പറഞ്ഞിട്ട് മൈക്ക് അവിടെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെക്കുകയാണ്. ഇപ്പോൾ ശ്രീതു ഒരു മൈക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് സിബിൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാത്തിൻ്റെ അവസാനമായിരിക്കും ഇത് എന്നുള്ളത്. ഞാൻ ബിഗ് ബോസിൻ്റെ പാർട്ടല്ല ഇനി മുതൽ എന്നുള്ള ഒരു വാക്യത്തോടെയാണ് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നത്. ഋഷി ആകെ മൊത്തം സങ്കടത്തിൽ തലയൊക്കെ കുനിക്കുന്നുണ്ട്. വീണ്ടും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്ന സമയത്താണ് സൈക്കോളജിസ്റ്റിനെ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സിബിൻ ഓക്കെ എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ബിഗ് ബോസ് സിബിനൊരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്, ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. സിബിൻ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നു. സിബിൻ അദ്ദേഹത്തിൻ്റെ ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ഔട്ട്സൈഡ് ഒരു കോർണറിൽ പോയിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു കണ്ടസ്റ്റൻസിനോട് സിബിന് ഒരു റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, ആരും അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത്. പവർ ടീമിലേക്ക് ഗബ്രി ചേട്ടായി കയറി. ഗബ്രി ചേട്ടായി, ശ്രീരേഖ ചേച്ചി രണ്ടുപേരും നല്ല കൂട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ കുറ്റം പറയും. ടീം മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും എന്നുണ്ടെങ്കിലും തിരിച്ചവർ വീണ്ടും ഒരു ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗബ്രി ആ ഒരു ഗെയിം അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് ജയിച്ചതാണ്. അത്രയധികം ഓർമ്മശക്തി വേണ്ട ഒരു കഥ പറച്ചിൽ ടാസ്ക് ആയിരുന്നു. ആ ഒരു കഥയിലെ ഓരോന്നും ഗബ്രി ഓർത്തെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഉത്തരമായിട്ട് നൽകുകയുണ്ടായി. അപ്പോൾ ഡയറക്റ്റ് നോമിനേഷൻ അധികം പ്ലാനിംഗ് ഒന്നും ഉണ്ടായില്ല. ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് റസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു. ജയിലിൽ ഫുഡ് കൊടുത്തു. നോറയ്ക്ക് ചെറിയൊരു വിഷമമുണ്ട്, കാരണം നോറ നിർബന്ധിച്ചപ്പോഴാണ് റസ്മിൻ ഫുഡുമായിട്ട് അവിടേക്ക് വന്നത്. നോറയാണ് കഴിഞ്ഞ ദിവസം റസ്മിനോട് പറഞ്ഞത്, നീ ഗെയിം കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, നീ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, നീ വല്ല ആളുകൾക്ക് വേണ്ടി ഗെയിം കളിച്ചിട്ട് സ്വയം പണി വാങ്ങിച്ച് കിട്ടാറുണ്ട്. അത് നോറയെ കൊണ്ട് തന്നെ റസ്മിൻ ഉണ്ടായി. കൺഫെഷൻ റൂമിലുള്ള നോമിനേഷനാണ്. അപ്സര അൻസിബയാണ് നോമിനേറ്റ് ചെയ്യുന്നത്.
ഇമ്പ്രൂവ്മെൻറ്റ് തീരെയില്ല. വന്നപ്പോൾ മുതൽ തന്നെ സെയിം ആയിട്ടുള്ള ഒരു ഗെയിമാണ്. പിന്നെ അദ്ദേഹത്തിനെതിരെ വന്നെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിലപാടുകൾ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിടത്തും ഒരു കാര്യത്തിലും ഇടപെടില്ല, മാറിയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെതിരെയും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അൻസിബയ്ക്കൊപ്പം ജിൻഡോയും പറയുന്നുണ്ട് അദ്ദേഹം വളരെയധികം ആക്റ്റീവാണ്, പക്ഷേ ക്യാപ്റ്റൻസിയിൽ ഒരു ഫെയിലിയറാണ്. താനൊരു മികച്ച ക്യാപ്റ്റനായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തനിക്ക് ക്യാപ്റ്റൻസിയിൽ ഫെയിലിയറാണ് ജിൻഡോ എന്ന് തോന്നി. ഇതിനുശേഷം ആകെ മൊത്തം ക്ഷീണിതനായി അർജുൻ കടന്നു വരികയാണ്. അദ്ദേഹം അൻസിബയെ പറയുന്നു, അൻസിബ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് മടുത്തു, ഇവിടെ നിന്ന് പോകണം, ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ. ലാലേട്ടൻ പാവം എല്ലാവരെയും സേവ് ചെയ്യുന്ന സമയത്ത് അൻസിബ എനിക്ക് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. ഇതിനോടൊപ്പം അബിയെ പറയുന്നുണ്ട്, അഭിഷേക് കെ പെട്ടെന്ന് ട്രിഗർ ആവുന്നു. നന്ദനയുമായിട്ടുള്ള ഒരു ഇഷ്യൂലൊക്കെ അഭിഷേകിന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു, പക്ഷേ അബി പെട്ടെന്ന് ട്രിഗർ ആവുന്ന ഒരാളാണ് എന്നുള്ളതാണ് അർജുൻ പറയുന്നത്. റസ്മിൻ അബിയെ തന്നെ പറയുന്നു, പ്രതീക്ഷ ഒരു ലെവലിലേക്ക് വന്നില്ല. പിന്നീട് അൻസിബയെ കുറിച്ചിട്ടാണ് പറയുന്നത്, താല്പര്യമില്ല ഇവിടെ നിൽക്കാനായിട്ട്, പോവണം എന്നൊക്കെ പറഞ്ഞിരുന്നു, പോയിക്കോട്ടെ. നോറ വരികയാണ്. നോറ ബിഗ് ബോസ് വിളിച്ചാലും ആര് വിളിച്ചാലും നോറയ്ക്ക് നമ്മൾ തന്നെ പ്രയോറിറ്റി. ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്പേസിലും നോറയ്ക്ക് പറയാനായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അലക്കി വെളുപ്പിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് നമ്മളുടെ മുൻപിലേക്ക് ഇടുക എന്നുള്ളതാണ് നോറയുടെ പരിപാടി. നോറ നമ്മളോടാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. കഥ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിലപാടും നിലവാരവും ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ജിൻഡോ, അപ്പോൾ നമുക്കറിയാമല്ലോ ജിൻഡോയാണ് പറയുന്നത് എന്നുള്ളത്. അതേപോലെ എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ജിൻഡോയ്ക്കുണ്ട്. സോറിയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നു. പിന്നീട് അഭിഷേക് കെ ആണ് പറയുന്നത്, നിലപാടുകൾ പറയുന്നില്ല. ഇപ്പോൾ ഈ നിലപാടുകൾ പറയുന്നില്ല എന്ന് പറയുമ്പോൾ ജിൻഡോ മറ്റേ അഭിഷേക് കെയുടെ അടുത്ത് കാണിച്ച ആ ഒരു ആക്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് അറിയത്തില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അത് പറയാതിരുന്നായിരിക്കാം അബി ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ നോറയെ അബി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നോറ പറയുന്നതിനകത്ത് തീരെ ന്യായമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നോറയെ നോക്കിയിട്ട് ജാൻമണി അങ്ങനെ പറഞ്ഞു എന്ന് നോറ പറഞ്ഞത് അബി പറഞ്ഞ് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കാം നോറയെ ചൊടിപ്പിച്ചത്. എന്തെങ്കിലും ഉള്ളിലേക്ക് പേഴ്സണൽ പ്രശ്നം ഉണ്ടെങ്കിലാണ് നോറ ഇവിടേക്ക് വരുന്നത്, അല്ലാതെ ഗെയിമുമായി ബന്ധപ്പെട്ടല്ല ഇങ്ങടേക്ക് വരുന്നത്. അൻസിബ് വരുന്നു, സിബിനെ നോമിനേറ്റ് ചെയ്യുന്നു. സിബിൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് സിബിൻ നോമിനേറ്റഡ് ആണ്. അപ്പോൾ പിന്നെ ആരാണ് നമുക്കറിയാമല്ലോ. അൻസിബ അപ്സരയെ നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്സരയെ കുറിച്ചിട്ട് പറയുന്നത് എല്ലാ ദിവസവും ഫേക്കാണ്, അകത്തുള്ളതും പുറത്തേക്ക് വരുന്നതും ഭയങ്കര ഡിഫറെൻ്റാണ്, തേനൊഴുക്കുന്ന വാക്കുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം നോറ കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കഥ പോലെ പറയും. ഇടയ്ക്കൊന്ന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ചെല്ലാമെന്ന് വിചാരിച്ചാലും നോറ എന്നെ ഈ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കും. അപ്പോൾ ആ കുട്ടിയെ നോമിനേറ്റ് ചെയ്യാം എന്ന് അൻസിബ പറയുന്നു. ജാസ്മിൻ വരുന്നു. ജാസ്മിൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തും ഒക്കെ കുറേയധികം വിറ്റുകൾ ഇറക്കുന്നുണ്ട്. എത്ര തേഞ്ഞൊട്ടിയാലും ജാസ്മിൻ്റെ ഈ ഹ്യൂമർ സെൻസ് ഒന്നും നശിക്കത്തില്ല. രസമായിരുന്നു. ഇപ്പോൾ ജാസ്മിൻ അൻസിബയെ പറയുന്നുണ്ട്, പ്ലേയിലേക്ക് ഇറങ്ങി വരുന്നില്ല, അകത്ത് കളിക്കും, പുറത്തേക്ക് വന്ന് കളിക്കുന്നില്ല. പിന്നെ നന്ദന കളിക്കുന്നൊന്നുമില്ല, നിന്ന് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. പിന്നെ ഒരു കുഞ്ഞുകളിയാണ്, ഇവിടെ ഒരു കൊച്ചിനെ പോലെയാണ് നന്ദന നിൽക്കുന്നത്. ബിഗ് ബോസ് എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി നോമിനേറ്റ് ചെയ്ത ഒരാൾ എന്നുള്ളതാണ് ജാസ്മിൻ അവകാശപ്പെടുന്നത്. ഒരു കണക്കിന് ജാസ്മിനാണത് മനസ്സിലായത്. ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആളെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സായി അൻസിബയെ നോമിനേറ്റ് ചെയ്യുന്നു. നിൽക്കാൻ താല്പര്യമില്ല, ലാലേട്ടനോട് പറഞ്ഞു. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നു. നമ്മളെല്ലാവരും വലിയ ആഗ്രഹത്തോടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അൻസിബ പോട്ടെ. പിന്നീട് നോറയെ പറയുന്നു, ഗ്രൂപ്പ് ടാസ്കിലടക്കം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു, അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ട്. അതേപോലെ പേഴ്സണൽ ഗ്രഡ്ജ് പോലുള്ള കാര്യങ്ങൾ നോറയിൽ ആരോപിക്കുന്നുണ്ട്. നന്ദന അഭിഷേക് കെ ആണ് പറയുന്നത്, എക്സ്പെക്റ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കയ്യോങ്ങി, രണ്ടുപേരും കയ്യോങ്ങി, ആകെ മൊത്തത്തിൽ പ്രശ്നമൊക്കെ ആയിരുന്നു. അതേപോലെ അർജുനെ പറയുന്നുണ്ട്, ഒട്ടും ആക്റ്റീവല്ല, സൈഡായി നിൽക്കുന്നു. അതൊക്കെ ശരിയാണ്. അർജുൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അഭിഷേക് കെ വരുന്നു. ആരെ പറയും? നന്ദനെ പറയുന്നു. ഞാനൊന്നിലും ഇടപെടുന്നില്ല എന്നുള്ളതാണ് നന്ദനയുടെ ആക്ഷേപം. എന്നാൽ നന്ദൻ ഇടപെടുന്നൊന്നുമില്ല, ഓവർ ആക്ടിങ് ആണ്. ഓവർ ആക്ടിങ് ആണോ അതോ അതാണോ രീതി? ഓവർ ആക്ടിങ് ആണ്. പിന്നെ മോശം ഭാഷാ പ്രയോഗമുണ്ട്, നട്ടല് പരാമർശമൊക്കെ നടത്തുകയുണ്ടായി. പിന്നീട് അൻസിബ വീട്ടിൽ പോകണം, മടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു, പോയിക്കോട്ടെ. ജിൻഡോ വരുന്നു. ജിൻഡോ വരുന്ന സമയത്ത് തന്നെ ജാസ്മിൻ കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഗ്രൂപ്പ് ബന്ധമുണ്ടല്ലോ, ഭയങ്കര കോമഡിയൊക്കെയാണ്. അപ്പം ജിൻഡോ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച ജാസ്മിൻ ആൻഡ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ജിൻഡോ ഒന്ന് അൻസിബയെ പറയുന്നു, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ ഒരു കാര്യം. അഭിഷേക് കെ പറയുന്നു, ഒട്ടും ആക്റ്റീവ് അല്ല, ഒതുങ്ങി നിൽക്കുന്നു. അപ്പോൾ അവരും ജനവിധി തേടട്ടെ എന്നൊക്കെ ഉള്ളതാണ് ജിൻഡോയുടെ ഒരു പറച്ചിൽ. അഭിഷേക് ശ്രീകുമാർ വരുന്നു. അഭിഷേക് ശ്രീകുമാറിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ടൊന്നും ആരും ഹൗസിൽ വറി ചെയ്യുന്നില്ല. കാരണം എന്താണ്? അഭിഷേക് ശ്രീകുമാർ അർജുനെ പോലെ തന്നെ ഒരു ഗുഡ് ബോയ് സ്ട്രാറ്റജി കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം വന്നപ്പോഴത്തെ വില്ലനൊന്നുമല്ല, പാവമാണ്. ഇപ്പം അൻസിബയെ നോമിനേറ്റ് ചെയ്യുന്നു. നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അഭിഷേക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാക്കുന്നു. ഇവർ വരുന്നു. ജിൻഡോയെ നോമിനേറ്റ് ചെയ്യുന്നു.
കഥ, ഒരു നീണ്ട കഥ. ബിഗ് ബോസിനെ പഠിപ്പിച്ച് എന്താണ് ക്യാപ്റ്റൻസി എന്നുള്ളത്, നമ്മളോട് പറഞ്ഞു തന്നു എന്താണ് ക്യാപ്റ്റൻസി എന്നുള്ളത്. അതിനുശേഷം ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് വേസ്റ്റ് ക്യാപ്റ്റനാണ്, ഇതുവരെ കണ്ടതിൽ മഹാമോശമാണ്, ഭയങ്കര മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഗബ്രു പറയുകയുണ്ടായി. കൂടെ അൻസിബയും പറയുന്നുണ്ട് പുറത്ത് പോകണം, നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഋഷി വരുന്നു. അഭിഷേക് കെ പറയുന്നു വൈൽഡ് കാർഡായിട്ട് വന്ന് ഒത്തിരിയധികം പ്രതീക്ഷകൾ നൽകിയ ഒരു വ്യക്തിയാണ്, പക്ഷേ ഒന്നും നടന്നില്ല. പിന്നീട് അർജുനെ പറയുന്നു ഈ ഡെൻ ലോക്ക് ചെയ്ത സമയത്ത്, റൂം ലോക്ക് ചെയ്ത സമയത്ത്, പവർ ടീം ലോക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചു. അതെനിക്ക് മനസ്സിലായില്ല. ഋഷി ഇറങ്ങിയതിന് ശേഷം ആരെയാണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞില്ല. ഋഷിക്ക് ആ കൺഫ്യൂഷനായി. ഋഷി തിരിച്ച് കയറി വന്നപ്പോഴാണ് ആ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ബിഗ് ബോസ് മറന്നുപോയിരുന്നു ഇനി അടുത്ത ആളെ വിളിക്കണമെന്നുള്ളത്. പുള്ളി വേറെ എന്തോ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബിഗ് ബോസ് അടക്കം മൊത്തത്തിൽ ഇങ്ങനെ കിറങ്ങി നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതിനുശേഷം സിബിനെ വിളിക്കാൻ പറയുന്നു. സിബിനാണെങ്കിൽ ആകെ മൊത്തത്തിൽ നോമിനേഷനാണ്, കുറച്ച് ബ്രേക്ക് എടുത്താലോ, എന്നെങ്കിൽ ബ്രേക്ക് എടുത്തേക്കാം, നാളെ ഇവിടെ നിൽക്കേണ്ടതാണ്, എന്നെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മൈക്ക് വിട്ടിട്ട് പോയി നോമിനേഷൻ ചെയ്യുകയാണ്. അപ്പോൾ അബിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം നോമിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു സംഭവമൊക്കെ ഇട്ടിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് വയ്യ, ഗെയിം കളിക്കുന്ന രീതി ശരിയല്ല, മുന്നോട്ട് വരുന്നില്ല, ചുമ്മാ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. പിന്നീട് അർജുനെ പറയുന്നു നോമിനേഷനിൽ വന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആകുമായിരിക്കും. പിന്നീട് ശ്രീരേഖ വരുന്നു. അപ്പം ശ്രീരേഖ പറയുന്നത് അർജുൻ വന്നപ്പോൾ നല്ല സ്ട്രോങ് ആയിരുന്നു, ഇപ്പോൾ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് അപ്സരയാണ് പറയുന്നത് സ്ട്രോങ് ആണ്, പക്ഷേ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില പരാമർശങ്ങളുണ്ടായി, അത് ബിഗ് ബോസ് കേൾപ്പിച്ചില്ല. അത് മറ്റേ ഒരു പാഡുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമാണ്. പിന്നീട് ശരണ്യ വരുന്നു. ജിൻഡോയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വം നശിപ്പിച്ച്. അതേപോലെ നോറ മറ്റേ ജയിലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. അതേപോലെ നോറയെക്കുറിച്ചിട്ട് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ശ്രീതുവാണ് വരുന്നത്. അൻസിബയും നന്ദനയും ഒക്കെ സെയിം റീസൺസ് വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നോമിനേഷൻസ്. അപ്പം ആരൊക്കെയാണ് ഈ ആഴ്ച വരിക എന്നുള്ളത് നമുക്ക് ഈസി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും അത് ബിഗ് ബോസ് പറയുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയാം. ഇതൊക്കെയാണ് നോമിനേഷൻ പരിപാടിയിൽ നടന്നത്. എവിക്റ്റ് ആവാൻ പോകുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള പ്രഡിക്ഷൻ ഒന്നും നടത്തിയിട്ട് കാര്യമില്ല ഈ സീസണിൽ. കാരണം വീക്കെൻഡിൽ ലാലേട്ടൻ പറയുന്നു ഞാൻ എല്ലാ ആൾക്കാരെ സേവ് ചെയ്തിരിക്കുന്നു. ഒരു 2 ആൾക്കാരെ വെച്ചിട്ടെങ്കിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫണ്ണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾ ഗതിയില്ലാതെ പുറത്ത് പോകുമ്പോഴത്തേന് എന്ത് ഫണ്ണല്ലേ. എന്നാലും ഗെയിമിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് 2 പേരെങ്കിലും ഈ ഒരു അവസ്ഥയിൽ പോവേണ്ടതുണ്ട്. ഇരിക്കാൻ ഏട്ട പോലും അവിടെ ഇല്ല. കണ്ടസ്റ്റൻസൊക്കെ മടുത്ത് വീട്ടിൽ പോകാമെന്ന് പറയുന്നു. ഈ കൺജഷൻ കാരണമായിരിക്കും. നന്ദി.